ഞാൻ എന്നും ധ്യാനിക്കുന്ന ഒരു വചനമാണ്, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. ഈശോയുടെ ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാറ്. ഞാനൊരു 2020 എനിക്ക് ലൈസൻസ് കിട്ടിയതാണ്. 2020 ആദ്യ കാലഘട്ടങ്ങളിൽ, കൊറോണ കഴിഞ്ഞ ആ സമയത്ത് തന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയതാണ്. പക്ഷേ എനിക്ക് വീട്ടിൽ വണ്ടിയുണ്ട്, ഒന്നല്ല 2 വണ്ടിയുണ്ട്. എനിക്ക് വണ്ടി സ്വയം ഓടിക്കാനോ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിലും എനിക്ക് സ്റ്റിയറിംഗ് പിടിക്കുമ്പോഴേ എൻ്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. ഞാൻ അങ്ങനെ വണ്ടി എടുക്കാറില്ല, എനിക്ക് എടുക്കാൻ പറ്റാറില്ല. വല്ലപ്പോഴും കൂടെ ഇരുന്ന് കുറച്ച് ദൂരം പോകുമ്പോഴേക്കും ആൾക്ക് ദേഷ്യം വരും, വണ്ടി ഇടയ്ക്ക് നിർത്തിയിടും, എടുക്കില്ല. ഞാൻ ഈ ലാസ്റ്റ് ടൈം കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തൊരു നിയോഗം വെച്ചിരുന്നു. എനിക്ക് വീട്ടിലെ വണ്ടി സ്വന്തമായിട്ട് എനിക്കതൊന്ന് ഓടിക്കണം. ഞാനത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു 4 ദിവസം ഒരാളുടെ സഹായത്തോടു കൂടി ഞാനത് ഓടിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വണ്ടി എടുക്കുന്നു. ഞാൻ ഉടമ്പടി തൈലം സ്റ്റിയറിങ്ങിൽ, അതുപോലെ ബ്രേക്കിൽ, ക്ലച്ചിൽ, ആക്സിലറേറ്ററിലെല്ലാം ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉപ്പ് ഞാനിരിക്കുന്ന സീറ്റിലും ഒക്കെ ഇട്ടിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. അങ്ങനെ എടുത്ത് എനിക്കിപ്പോൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള വണ്ടി എനിക്ക് സ്വന്തമായിട്ട് എടുക്കാം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മയുടെ അടുത്ത് പോയി തൃശ്ശൂർ ടൗണിലൊക്കെ എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിച്ചു.